വെൽക്കം ടു ഷെയ്ഖ് ഐലൻഡാ. ഇതെങ്ങനെ പറത്തുന്നെന്ന് അറിയോ ആർക്കേലും? മെയിൻ ഗസ്റ്റുകളൊക്കെ കിടക്കുന്നതാ. സാഹചര്യോടെ കയറിയിട്ടുണ്ടായിരുന്നില്ലേ? നമ്മള് ഇനി കേട്ടില്ലേ ഒരു പാലുണ്ട് 9372 കാർലോ അല്ലേ മോസ്റ്റ്ലി കയറാ. ഹലോ ഇവനാണ് ഉസ്മാൻ. ഞാനാ ഉസ്മാൻ. ഇതിപ്പോ ആദ്യത്തെ ഇനോഗ്രേഷൻ കഴിഞ്ഞ് ഇനി ബാക്കിയുള്ള 2 ഇനോഗ്രേഷന്റെ ഫണ്ട് തന്നാലും ഇവിടുന്ന് വരാൻ പറ്റത്തുള്ളൂ. ഫണ്ട് എന്നുള്ള ചിന്ത മാറ്റിക്കൂടെ നിങ്ങക്ക് എപ്പോഴും? ഫണ്ടിന് ഫണ്ട് തരാ. ഇത് പരിപാടി ഒന്ന് നടത്തട്ടാ പാപ്പാ. ഹലോ അല്ല പരിപാടി നിങ്ങൾ മുങ്ങിയാലോ? ഇതാണ് ഈ സിറ്റിയിൽ എല്ലാരും ഇൻവൈറ്റ് ചെയ്തിട്ട് പരിപാടി ഇവിടെ നടത്താൻ വലിയ മനസ്സിലായില്ല. നോട്ട് അറ്റ് ഓൾ ഈസിയാണ്, മനസ്സിലായോ? പ്രത്യേകിച്ച് ഓപ്പണിംഗ് നമുക്ക് എല്ലാവരും കൺട്രോൾ ചെയ്യാൻ ഭയങ്കര പാടാണ്. എല്ലാരും കൂട്ടണ്ടേ? കൊറേ സ്പേസ് ഉണ്ട്. 2-3 ആളെ കൂട്ട അടത്തുന്നവരാരും മിണ്ടി മറിഞ്ഞിരിക്കണ്ട. ബസ് സ്റ്റോപ്പിൽ നിർത്തി പെണ്ണ് വണ്ടി കംപ്ലൈന്റ് ആയ പോലെ അഭിനയിച്ചോ. വണ്ടി കംപ്ലൈന്റ് അയ്യോ ഇല്ല ഞാൻ തൊപ്പിക്ക് ഡിലേ ആവും ഇത് ശരിക്കും അവിടെ എത്തിയ ഇന്നൊന്നും നടക്കൂല കേട്ടാ. കേറാൻ കഴിയില്ല ഇതില് സ്ഥലല്ല പെട്ടെന്ന് കയറിക്കല്ലേ താറിനെ കയറ്റി കൊണ്ടുപോകാനാണ്. ഇല്ലടാ ഇത് ഫുള്ളാ. എങ്ങനാ ഷെയ്ക്കിന്റെ ശിങ്കടിക്കടാ. റേഡിയോ ഓഫ് ആക്കട്ടെ. റേഡിയോ സെയിം അവിടെ ഓഫ് ചെയ്യണ്ടടാ. ആ മ്യൂട്ടായി കളഞ്ഞാ മതി മോള്. ഇൻഗെയിം മണി എത്ര വാങ്ങി ഇനാഗ്രേഷൻ? എനിക്ക് അറിഞ്ഞൂടാ. എന്നെ പുള്ളി കുറച്ച് ദിവസം അടുപ്പിച്ച് എന്നെ ഫോണില് ഹോസ്റ്റലിൽ വിളിച്ചായിരുന്നു പരിപാടിക്ക് വരണോ. ഞാൻ അതുകൊണ്ട് എത്ര ലേറ്റ് ആയിട്ട് അതിനകത്ത് ഇരിക്കണം, മനസ്സിലായോ? ഞാനും ആലോചിക്കുന്നത് എന്തൊരവസ്ഥ. പിന്നെ പൈസ എന്തോ പറ പേര് തീർന്നോ? ഓ ഞാൻ കാറിലുണ്ട്. ഞാൻ കണ്ടില്ല കേട്ടോ. നാലാളേ ഉള്ളൂ. എങ്ങോട്ടാ നമ്മളതിന് പോണ്ടേ? നമ്മള് കുറച്ച് ആൾക്കാരെ ഇതാക്കണോടാ. നമ്മളിപ്പോ 2 ആളല്ലേ ഉള്ളൂ. ആദ്യം എന്താ പറയാ, ആദ്യത്തെ കാര്യം എന്താ പറയാ, എല്ലാ ദിവസവും ഇവിടെ വരാൻ പഠിക്കണം, മനസ്സിലാ? നമ്മ ഒരിക്കൽ വന്നിട്ട് 6 മാസം കഴിഞ്ഞാൽ പിന്നെ വരുന്നുണ്ട്. സിറ്റിയാണ് ഇപ്പത്. ഇവ ഇല്ലാത്തോണ്ടാന്ന് പീസ്ഫുൾ സിറ്റി. തൊപ്പില്ലാത്തോണ്ടാ. എന്താണ് അങ്ങനത്തെ വർത്താനം? ഞാൻ ആകെ കൊല്ലത്തിൽ ഒരു പ്രാവശ്യം വരുന്നുള്ളൂ. ഒരു പ്രശ്നം ഉണ്ടാക്കാനാണ്. ഇവിടുത്തെ പ്രശ്നങ്ങളൊന്നും ഷെമീറിന് അറിയില്ല. പീസ്ഫുൾ സിറ്റിയാണെന്ന് പറഞ്ഞതാ, തെറ്റിദ്ധരിക്കില്ല. ഹെലികോപ്റ്റർ നമുക്ക് എസ്കോർട്ടാണോ? അല്ല നമ്മളാരും ചത്താൻ ശ്രദ്ധിക്കാനാ. EMS
വാസന എന്താ മുണ്ടാതിരിക്കുന്നത്? ഞാൻ ഇവര് സംസാരിക്കുന്ന ആളല്ലേ പിന്നെ ഉണ്ടായിരുന്ന വണ്ടിയിലിരിക്കുന്ന ആർക്കെങ്കിലും ഉസ്മാൻ അറിയോ? ഉസ്മാൻ ഓ അറിയാം എല്ലാവർക്കും അറിയാം ഉസ്മാൻ ആരാ? ഇതെന്താ റോഡ് ബ്ലോക്ക് ഷെയ്ക്കേ ഇതെന്താ? എടാ, സീന് ആരോ ബ്ലോക്ക് ഇട്ടതാ. ഇല്ല ഓര് തുറന്നിട്ട് വേണം. ഇതെന്തിനു ഒരു ബ്ലോക്ക് ചെയ്ത് നമ്മളാ ആണല്ലേ ഷെയ്ക്കേ റൈറ്റിലുള്ള ബസ് നോക്കിയാ ക്ലോസ് ചെയ്യാൻ പറ ക്ലോസ് ചെയ്തേക്ക് ബ്രോ. വെൽക്കം ടു ഷെയ്ഖ് ഐലൻഡാ. മോനെ ഇതെന്താ ഇത്? ഷെയ്ക്കിന് ഒരു സ്ഥലയിലുണ്ടോ ഇടാ? ഷെയ്ഖ് ജീവിതത്തിൽ നടക്കാത്തല്ല ഇവിടെ നടപ്പാക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഒരു ഭാര്യ ഉണ്ടാവും. ഇല്ല, ഷെയ്ക്കിന് പെണ്ണില്ല പോലും. അത് ജീവിതത്തിലും ഇല്ല, ഗെയിമിലും ഇല്ല. എടാ ഷമീറ, ഞാൻ നിനക്ക് വേണ്ടിട്ട് നോക്കാക്കുന്നടാ. ഞാൻ ഏതെങ്കിലും ഒരു കുട്ടിനെ നോക്കി തരുന്നില്ല. ഞാൻ നാളെയും വരും. നാളെ വരികയാണെന്നുണ്ടെങ്കിൽ മേടിച്ച എന്താ ഷെയ്ഖ് ഉസ്മാൻ ആരാടാ? വാസന ഷമീറിന് സിറ്റിയിൽ പെണ്ണിട്ടൂലേ? ഓ ഉറപ്പായിട്ടും വാസന ഇത് ഇതാണ് നമ്മളെ ഫാം റിസോർട്ട്. നമുക്ക് ഇവിടെ ഇറങ്ങണ്ട, ഇവിടെ ഇറങ്ങിയാൽ ഡീലോ ഒന്ന് ജസ്റ്റ് കാണിച്ചാണ്ട് നമുക്ക് അങ്ങനെ പോവാം. ഇനാഗ്രേഷനിൽ കരുതി ഇതെന്താ? നമ്മളെ റിസോർട്ടാ. പോലെ തന്നെ ഒരു സാധനമാണ്, പക്ഷെ കുറച്ചുകൂടി രസമുണ്ട് കാണാൻ. വെൽക്കം ടു ഷേക്ക് ഫാം റിസോർട്ട്. ഡു നോട്ട് ഡിസ്റ്റർബ്. ഇതെന്താ ഇത്? ഇതിന്റെ ഉള്ളില് വീടുണ്ട്. വീടിട്ട് ഷമീറിന് ഒരു വീട് ഷെയ്ക്ക് തരും. ഷെയ്ഖിന്റെ മാനേജറാണ് ഉസ്മാന്. എന്താ നീ എങ്ങനെ ഉസ്മാനെ പറ്റി കൊറേ നേരം ചോദിക്കുന്നത്? എന്താ പ്രശ്നം? എന്താ എന്നോട് ഇവിടെ കൊറേ ആൾക്കാർ ചോദിക്കുന്നത്. ആണോ? എന്താ ഇവനൊക്കെ ഫേമസ് ആയ വാസണ്ണ? ഓ ഉസ്മാനൊക്കെ ഫേമസ് ആ. ഉസ്മാനെ ഒന്ന് പരിചയപ്പെടുത്തറ. ഓ പരിചയപ്പെടുത്താം. ഉസ്മാൻ ഇത്ര ആൾക്കാരാ? ഉസ്മാൻ ഇപ്പൊ വരുമല്ലോ, ഷെയ്ഖിന്റെ അടുത്ത് വരും. അവിടെ ഉണ്ടാവും. അല്ല, വാസവണ്ണന്റെ ഇവിടെ വീടില്ലേ? ഉണ്ട് നമുക്ക് വീടുണ്ട്. നീ ഇവിടുത്തെ കാര്യങ്ങളൊന്നും അറിയില്ലാന്ന് വീട് വാസവണ്ണന്റെടാ. വാസവണ്ണം വലിയ നീ സംഭവം ആദ്യം വണ്ടി അറിയാം. നിർത്തിയില്ലേ ഷമീറ? അവിടെ അത് വാസവണ്ണന്റെ വീടാ. സിറ്റിന്റെ അല്ല നടുവില്ല. ഇത് ശരിക്കും രാത്രി ഷമീർ അല്ലാത്ത ഒരു ദിവസം വാ. തിരക്കൊന്നും ഇല്ലാത്ത ഒരു ദിവസം വാ. എന്തായാലും വരും. വീടൊക്കെ കാണാം. അപ്പുകുട്ടാ ആരുടെ ഫോൺ അടിക്കുന്ന? ഹലോ, അതൊന്ന് നൈറ്റ് ആക്കണേ. ഹലോ, വേറെ സ്ഥലത്താ, അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുക. നമ്മുടെ പിള്ളേർക്ക് ഇവിടെ ഇനോഗ്രേഷൻ കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ഐലൻഡ് ഉണ്ട്. പറയുമ്പോ രാത്രിയല്ല. കൈക്കോറിക്കട. ഷെയ്ക്ക് പറയുമ്പോ അങ്ങനെയല്ല. ലെവലാന്നല്ലോ ഷെയ്ക്ക്. അവനെ അങ്ങനെ ഫോഴ്സ് ചെയ്യുന്നത് ശരിയല്ല. അവന്റെ ക്യാരക്ടർ നിങ്ങൾക്ക് അറിയാവുന്നല്ലേ, എത്ര വർഷമായി. ഇതെന്താ സംഭവം? ഇത് ഇല്ലാത്ത സ്ഥലാ. ഫോട്ടോ വെച്ചേ. ഇറ്റിന് വിളി. ചന്ദ്രൻ ലെഫ്റ്റില് ഫോട്ടോ. ചന്ദ്രനുണ്ടല്ലോ. ചന്ദ്രന് സിറ്റിയിൽ ഭയങ്കര മാസാ. കാസ്ട്രോ, ഫോട്ടോ ഇട്ട് ഈ ഷെയ്ക്ക്, ഈഗിള് എല്ലാരും ഉണ്ട്. അല്ല ഇല്ല, അങ്ങനത്തെ പേര് പറയാൻ പറ്റില്ല. കണ്ണാപ്പി കൊണ്ടെടുത്ത് ഇത് കണ്ണാപ്പിയാ? കണ്ണാപ്പിയല്ല, കണ്ണാപ്പില്ല. എടീ കാസ്ട്രോന്റെ ഈഗിളുടെ എല്ലാം ഫോട്ടോന്റെ അടക്കം എന്തിനാണ് ഈ ഷെമീറിട്ടത്? കുഴപ്പമില്ല. പിന്നെ എനിക്കെന്താ? ഇതാണ് ഷെയ്ക്കിന്റെ അതിഗംഭീരമായ ഷെയ്ഖ് മൻസിൽ. എന്താടാ ഇത്? അത് ഷെയ്ക്കിന്റെ പണിക്കാരൊക്കെ നിൽക്കാൻ ഷെയ്ക്ക് ഉണ്ടായി കൊടുക്കാം. ഷെയ്ക്കിന് പണിക്കാരോ? അയ്യോ, ഷെയ്ഖിന് നമുക്ക് മാത്രമേ ഒരു വിലയില്ലാണ്ടുള്ളൂ. ഇവന് ഇവിടെ ഗെയിമിലല്ലേ ഇവന് വലിയ സംഭവമാണല്ലേ. ജീവിതത്തിൽ ഇങ്ങനെ മുന്നോട്ട് നടക്കുന്നതേ ഉള്ളൂ. എത്തിയില്ലേ? കാർ കളക്ഷൻ ബുഗാട്ടി GTR. ഇതെന്താ സാധനം? എന്താ ഇത് സംഭവം? എന്റെ അമ്മ. ഗോഡല്ല ഇതിന്റെ കളറൊക്കെ മാറ്റിയാ. ഈ ഗരേജിന്റെ പ്രത്യേകത എന്താ പറഞ്ഞാല് ഇതില് പ്രീമിയം ആയിട്ട് ഒറ്റ വണ്ടിയല്ല, എല്ലാം ഓൺ വണ്ടികളാ മൊത്തം. എന്നുവെച്ചാ സിറ്റിയിലത്തെ ഒരു വണ്ടിയിലില്ല, ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. എല്ലാം വൺ പീസാ. ആണോ? സ്വിഫ്റ്റും ഉണ്ടാ ഇതില്? സിറ്റിയില് ആരും കയ്യിലില്ല ഈ വണ്ടികളൊന്നും.
ഇത് നിങ്ങൾ അവിടെ കിടപ്പില്ലേ ഒരെണ്ണം? ഇതില്ല, ഇത് കുറച്ച് മോർ ദാൻ ഫ്യൂച്ചർ ആണ്. എത്ര അപ്ഡേറ്റഡ് ഇല്ല. ഇതെന്റെ അടുത്തുണ്ട് ലിമോ. ഇത് കണ്ടോ? ഇത് ആരുടെ വണ്ടിയാ? ഷെയ്ക്കിന്റെ വണ്ടിയാ മൊത്തം. മുകളിലുണ്ട്. ഇത് കയ്യിലേക്കില്ല, ഇനിയുണ്ട്. ഇതിന്റെ സൗണ്ട് ജസ്റ്റ് ഒന്ന് കേട്ടോട്ടെ. ഇതിന്റെ ബാക്കിൽ എയർപോർട്ട് ഉണ്ട്. എയർപോർട്ടാ? ഈ വീട്ടിൽ എയർപോർട്ട് ഉണ്ട് സ്വന്തമായിട്ട്. ഇത് കണ്ടോ, ഇത് ജസ്റ്റിസ് ലീഗില് ലാസ്റ്റ് ബാറ്റ്മാൻ വരുന്ന വണ്ടിയാണ്. വണ്ടിയാ കാരണം ഇതെല്ലാം 1 out of 1 വണ്ടികളാ മൊത്തം. ഇതിലൊറ്റ പ്രീമിയം വണ്ടികളും ഇല്ല. കൊറേയൊക്കെ സൗകര്യം ഇതൊക്കെ പുതിയ ഈ സാധനം എന്റെ അടുത്തുണ്ട്, ഈ ലിമോ. മേളത്ത് നോക്കിട്ടെ, കേളി കണ്ടില്ല. അവിടെ മേളിലില്ല. അവിടെ വെച്ചിട്ടില്ലല്ലേ? അവിടെ വെച്ചിട്ടില്ല. വസന മേലത്തെ വണ്ടി അടിച്ച് കളഞ്ഞതാ. ഫുള്ള് കത്തിട്ട് കളഞ്ഞതാ. ആ ഓക്കെ. ഒരു മിനിറ്റ് വസന അങ്ങ് യൂസ് കൊടുത്താ മതി. എന്റെ സൗണ്ട് കുറഞ്ഞു. എന്റെ ഫ്രണ്ടിൽ നിക്കുവോ? ഓ ഞാൻ ശ്രദ്ധിച്ചില്ല. ഓക്കെയാണോ? ഓക്കെ അല്ലേ? ഓ ബിരിയാണി കിട്ടിയായിരുന്നാ? വേറെ സാധനം കൂടി ഉണ്ടായിരുന്നു. ഒരു പച്ചവെള്ളം കണ്ടാ ഷെയ്ക്കേ. നിങ്ങക്ക് കള്ളാണോ റമ്മാണോ? കള്ളി ഞാൻ കുടിക്കൂല, അറാമാണ്. റമ്മ് എന്താണ് റമ്മ്? എടാ കിറങ്ങുന്ന സാധനമാണ്. ആർക്കെങ്കിലും കഞ്ചാവാണോ? കിറങ്ങും പറഞ്ഞൂടാ സൗകര്യം. എന്താ സാധനം? കാർബോ കിട്ടില്ലേ? കാർലോക്ക് ബിരിയാണി കിട്ടിയാ? പരിപാടി എവിടെ നടക്കുന്നത്? ബിരിയാണി ഞാൻ പറയുന്നത് നിനക്ക് മറ്റൊരുണ്ട്. എന്താ വടിയോലും എന്താ പറഞ്ഞ കേട്ടില്ല. ഇവിടെ വെള്ളമാണോ ഇപ്പുറത്ത്? ആ ഓക്കെ. മറ്റേ കയ പറിക്കണതിലാണ്. എടാ 3 അടിക്കണം. കള്ള് കണ്ണിലും സിഗാർ അതോ കഞ്ചാവാ? കഞ്ചാവ് ഷെയ്ക്കിനാണോ? കഞ്ചാവ് അടിച്ചാ 2 മിനിറ്റിന് കറങ്ങും. ഇത് എക്സസൈസ് കൊണ്ടുപോകാനാട്ടോ ഇത്. കറങ്ങും. ഇല്ല കിട്ടിയില്ല. ഇതിനെല്ലാം കൂട്ടിക്കേത്. ഇത് ഞാനിതൊന്നും ഉപയോഗിക്കാറില്ല, അതുകൊണ്ടല്ലേ പറയുന്നത്. ഇതൊന്നും നമ്മള് ഇതാക്കാൻ പാടില്ല. വാസുണ്ട 2 പുക അടിക്കാം. ഞാൻ എന്തായാലും അടിച്ചു നോക്കാൻ പോവാ. ഞാനെന്തായാലും പോലീസിന്റെ സീനാവും. പെട്ടെന്ന് എടുക്ക്, സാധനം എടുക്ക്. ഷമീറിനൊന്ന് കൊടുത്താ. ഷമീറിനൊന്ന് കൊടുക്ക്. സാബൂര് എന്റെ മേലില്ല. വിളിക്കേണ്ടി. നീ സിഗാറ കൊടുക്കുന്ന കഞ്ചാവ് കൊടുക്കുന്ന? കത്തിക്കല്ലേ? ഞാൻ കഞ്ചാവ് കൊടുത്തു ഓൾറെഡി. ഷമീറിന് കൊടുത്തോന്ന്. ഷമീർ ടാബ് ക്യാപ്സ്ലെക്കിന്റെ മേലെ ടാബ് ഉണ്ട്. ക്യാപ്സ്ലെക്കിന്റെ മേലെ ടാബ്. പക്ഷെ ഇത് ഇപ്പുറത്ത് എങ്ങനെ സംസാരിക്കുന്നേ? ഇപ്പുറത്തിനകത്ത് എങ്ങനെ സംസാരിക്കുന്നേ? അൺമ്യൂട്ട് ആക്ക്. പുറത്ത് സിഗാറൊന്നും വലിക്കില്ല. ഓ ഇങ്ങനല്ലേ? എടാ ഷെയ്ക്കിന്റെ വീട്. ഓ എടാ നിങ്ങളൊക്കെ എവിടെ അടയ്ക്കുന്നേ? എടാ ഹലോ. അയ്യോ എടാ സീനാവും. നമ്മളൊന്നും താഴെ പോയല്ലോ. എടാ എയർപോർട്ട് തൊപ്പി നോക്കണ്ട. തൊപ്പി മൂടില്ല വാസന. അത് നോക്കണ്ട.
വണ്ടിയെല്ലാം പോയായിരുന്നോ? ആ കുഴപ്പമില്ല, അത് ഡി വി ആക്കി കളഞ്ഞതായിരിക്കും, അതൊന്നും നോക്കണ്ട, എല്ലാ പാടെ റെഡി ആവൂല. ഇതൊക്കെ ഇങ്ങനെ നടക്കുള്ളൂ. കാറിൽ ഒറ്റയ്ക്കാണോടാ അവൻ ഒന്നാതെ തൊപ്പി വരുന്നോക്കാ, തൊപ്പി വരുന്നോക്കാ, തൊപ്പി വരുന്നോക്കാ. കാറിലെവിടെ? ഓ വരുന്നത് കാറിലെന്ത് കാറിലോ? കാറില വാ വാ. തൊപ്പി 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 ഇങ്ങോട്ട് അങ്ങോട്ട് എല്ലാരും പടക്കാക്കുന്ന എല്ലാവർക്കും കഞ്ചാവും മയക്കുമരുന്നും കൊടുക്കുന്ന ഇവനാണ്. തൊപ്പി ബാക്കിയുള്ളവരോടാ? എല്ലാരും ഓർഡറാ കൂടി താ പിങ്ങാണെന്നിട്ട് ഇങ്ങോട്ട് ഞാൻ ഈ പിങ്ങിട്ടുണ്ട് അങ്ങോട്ട്. ഇത് 2 പഞ്ചായത്ത്, ഇത് ജിറ്റിയുടെ പകുതി ഇവരെടുത്ത് മാപ്പ്. ഇനി നമ്മുടെ ഗ്യാങ് ഹൗസ് രണ്ടുകൂടെ ഉള്ളു ഇനി. ഇല്ല ഞാൻ അതല്ല ഇവിടുന്ന് സിറ്റിക്ക് പോകാനുള്ള അവസ്ഥ ആലോചിച്ച് എത്ര സത്യം സത്യം പോണെന്നില്ല, നമുക്ക് ഇതിലെ ഫ്ലൈറ്റ് ഉണ്ട്. ആ ഫ്ലൈറ്റില് നേരം പോലെ വണ്ടി ഓടിച്ച് ഇവിടുന്ന് സിറ്റി വരെ എത്താനുള്ള ഇടക്കേറ്. ഫ്ലൈറ്റ് എയർപോർട്ട് ഇതിന്റെ ഉള്ളത് ഡയറക്റ്റ് പറക്കാം. റൺവേ ഉണ്ട് മൊത്തത്തില് സിറ്റി ആയിട്ട് പ്രഖ്യാപിക്കാം. ഷെയ്ഖിന്റെ ഐലൻഡ് ഒരു സിറ്റിയാണ്. മയില് ഒരു കാര്യം പറയട്ടെ, ഞാനാ ഓടിക്കുന്നത്. അല്ല 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 വാസന കാറില് കയറില്ല വാസന ഫുള്ളായില്ല, 2 സീറ്റും കൂടി ഉണ്ട്. കേറ്. ഇതെങ്ങനെ പറത്തുന്നെന്ന് അറിയോ ആർക്കേലും? നാണക്കേട് ഇതെങ്ങനെ പറത്തും? വരുമ്പോ എന്തായാലും കത്തും, അതാണ്ടാവുക. ഇപ്പൊ തന്നെ സെറ്റാക്കട്ടെ. ഡോർ അടിച്ചില്ല വാസന. ഡോർ അടച്ചിട്ടേക്കാണോ? ഇവിടെ ഞങ്ങള് മിക്കവാറും ഒന്ന് കത്തും, ഒന്ന് പെട്ടെന്ന് നമ്മള് വാസനന്റെ കൊണ്ടല്ല, ഇത് തിരിച്ച് ലാൻഡ് ചെയ്യുന്ന ടൈം കൊണ്ട് അവിടെ 2 ഫ്ലൈറ്റ് അവിടെ നിർത്തിയിട്ടാണ്. അത് എന്തായാലും പോയി ക്രാഷ് ആവും. ഇതില് സബ്ഗുരുണ്ടോ? ഒന്നും സംഭവിക്കില്ല. മേപ്പോട്ട് അയ്യോ വാസന വടിവലു അപ്പുകുട്ട ആരും വലി ആര് വലിക്കേ പോടാ, ഞാൻ ചത്ത്. എടാ ഇതിന് നിങ്ങക്ക് ആർക്കും അറിയാത്തൊരു കാര്യം പറഞ്ഞുതരാം കേട്ടോ. എന്റെ കീബോർഡ് 60% കീബോർഡാ. എനിക്ക് ഫ്ലൈറ്റ് ഓടിക്കാനുള്ള സാധനമില്ല. മൗസ് കൺട്രോൾ ചെയ്യണം, എന്റെ കയ്യിൽ നിന്ന് പോയതാ. ഷെയ്ക്കൊക്കെ ഇവിടെ മെയിൻ ഗസ്റ്റുകളൊക്കെ കിടക്കുന്നത്. ഇതെന്താ എല്ലാരും കൂട്ടിയിട്ടിക്കണെന്താ? അത് കത്തിക്കുന്നത് തൊപ്പിനെ കിട്ടിയില്ല, തൊപ്പിനെ വിളിച്ചിട്ടില്ല, തൊപ്പിനെ 2 ബോഡി വരാനുണ്ടല്ലോ ഇത്. എന്താ വാസന? അപ്പൊ എന്താ ആക്കിന് നിങ്ങള്? അത് സിറ്റിയിലെ PL അടിച്ചതാ പെട്ടത്. ആ അതെ എനിക്കറിയാം. ഞാൻ കരുതി കഞ്ചാവ് അടിച്ചിട്ടാ ഓട്ടിയെ. അല്ല PL തൊപ്പി എംആർജിന്റെ തൊപ്പിന്ന് അടിച്ചാൽ മതി. തൊപ്പിന്ന് അടിക്കുമ്പോ ഭയങ്കര PL. ഇഷ്യൂ ഉണ്ട്. അപ്പൊ അവരോട് എത്ര പറഞ്ഞാലും കേൾക്കൂല്ലോ. ഓക്കെ റെഡിയാ.
രാവിലെ കേക്കാം അടുത്ത പരിപാടി എന്താ? അല്ല അതെങ്ങനെയാ പ്ലെയിൻ വീണേ? അത് PL സിറ്റിയിൽ PL അടിച്ച PL ആണോ? എടാ നിങ്ങളൊക്കെ എവിടെ ഉള്ള ഗായ്സ്? സുഖാണ്. എല്ലാരും ഉണ്ട് കേട്ടോ. പെട്ടെന്ന് ഡിലേ ആക്കല്ലേ ശരിക്കും അടുത്ത പരിപാടി ഇവിടുന്ന് യോട്ടയുടെ എന്തൊക്കെയാടാ ഇവിടെ ഉള്ളി കറക്റ്റ് ഒരു ലക്ഷറി അറബി അതും വിശ്വസിച്ചതും പിന്നെ പെട്ടെന്നാക്ക് 6 ചന്ദ്രനൊക്കെ പോയടാ അതല്ലേ എടാ പ്രോഗ്രാമിന്റെ എല്ലാം സെറ്റ് ചെയ്തോ, നമ്മൾ ഇത് കഴിഞ്ഞാൽ നേരെ അങ്ങോട്ടാ രാവിലെ ആക്ക്. ഷെയ്ക്കിന്റെ ഓട്ടം തിരിക്കണം. സത്യത്തിൽ എന്താണ് സംഭവിച്ചത്? എനിക്ക് എന്റെ 65% കീബോർഡാ. എനിക്ക് ഫ്ലൈറ്റ് പഠിക്കുന്ന ബട്ടൺ ഇല്ല. ഞാൻ വിചാരിച്ചു മറ്റേ മാറിപ്പോയി ബട്ടൺ അല്ല എനിക്ക് ഫ്ലൈറ്റ് പഠിക്കുന്ന ബട്ടൺ ഇല്ല. മൗസിൽ വേണം അങ്ങോട്ടും ഇങ്ങോട്ടും വരക്കാൻ. മറ്റേ ഞെക്കി പിടിച്ചിട്ടില്ലേ? വാസന മേലെ ഒരു സ്റ്റേജ് പ്രോഗ്രാം ഉണ്ട്, അത് കഴിഞ്ഞിട്ട് നമുക്ക് വരാം. അതല്ല ഇതെന്റെ അവസാനത്തെ ഇനാഗുറേഷൻ ആണ്. GTA ക്ക് 10 ഏക്കർ സ്ഥലം മേടിച്ചിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് നടത്താന്ന് പറഞ്ഞ മനുഷ്യന് ഒരു പരിധിയില്ലേ ഇതിനൊക്കെ? ഞാൻ ഇവിടെ ഒരു ആശ്രമം തുടങ്ങുന്നുണ്ട്. ഇവിടെ ഉള്ള ഈ സിറ്റി കംപ്ലീറ്റ് ആയി. ഇനി മാപ്പിൽ സ്ഥലമില്ല. ചെയ്യാലോ? നിങ്ങള് വെള്ളത്തിൽ വല്ലതും പണിയണോ ഇനി? വെള്ളത്തിലാ പണിയത് ആശ്രമം. അതായത് ലവ് ഫെയിലിയർ ആയ ആൾക്കാർക്ക് വേണ്ടിട്ട് ഒരു ആശ്രമം. ലവ് ഫെയിലിയർ ആയിട്ടുള്ള ആൾക്കാർക്കോ? പെട്ടില്ല, ഒള്ളി സന്യാസം. അത് കാറിലോട് പറയാതെ എന്നോട് പറഞ്ഞതിന്റെ കാര്യം ഗുരു അല്ല വാസണിപ്പോ പെട്ടില്ലല്ലോ. അത് ഞാൻ എന്റെ കാര്യങ്ങളൊക്കെ ലാസ്റ്റ് മിനിറ്റിലെ പബ്ലിക് ആകത്തുള്ളൂ. ഞാൻ എല്ലാം രഹസ്യമാക്കി വെച്ചിരിക്കുക. കൊറേ ആൾക്കാർ പറഞ്ഞു അത്. നീ വാസനെ വരെ കൂട്ടിട്ട് അങ്ങോട്ട് വാ. ഹാപ്പി എൻഡിങ് ഉണ്ടോ ചോദിക്കണോ? അണ്ണന്റെ ജാക്കറ്റല്ലേ കാറിൽ ഇട്ടേക്കുന്നത്? ഇതെന്റെ ജാക്കറ്റ്. ഇതെന്റെ ജാക്കറ്റ്. പെട്ടെന്ന് സിംഗിൾസ് ഓൺലി ചോദിച്ചാ വാറാവോ കാർലോ? ഇത് ഞാൻ ഉണക്കാനിട്ടിരുന്ന ജാക്കറ്റ് അല്ലേ എന്റെ ഈ ഇട്ടേക്കുന്നത്? അല്ലല്ല ഇത് എന്റെയാ. ഇത് എന്റെയാ ശരിക്കും. ഇത് എന്റെയാ. അവിടെ എന്റെയാ അത്. കാർലോടെ വേറെ പച്ചയല്ലേ? ഇത് എന്റെയാ. യൂസ് അടിക്കല്ല. അവിടെ കിടന്ന് അടിയൊക്കെ കാണല്ലേ? ഇത് എന്റെയാ. വീടല്ല പ്രോഗ്രാം നോടി രക്ഷപ്പെടും. വീടൊക്കെ കണ്ടുപിടിക്കും. നല്ല കത്തലുണ്ടല്ലോ ബ്രോ. ചന്ദ്ര നീ എവിടെ? ചന്ദ്ര നമ്മളീ സ്ഥലത്തൊന്നും പോവൂലേ? അവര് ഏതോ ഹെലി എടുത്ത് പറന്നു പോയെന്ന്. ചന്ദ്ര കേക്കാവോ? ചന്ദ്ര ഇങ്ങോട്ട് വാടാ. അതെ ചന്ദ്ര എവിടേക്ക്? ഞങ്ങൾ കാറിലുണ്ട്, ലിമോസിനില്, ബാക്കിലത്തെ ലിമോസിനില്. നിങ്ങൾ വന്ന വണ്ടി എവിടെ മറിഞ്ഞെന്ന് കരുതി ഞങ്ങള് രക്ഷിക്കാൻ വന്ന ഞങ്ങള്. ഇല്ല നീ എവിടെയായിരുന്നു ചന്ദ്ര? അതിനകത്ത് ബസ് കയറ്റിയതാ. ചന്ദ്ര എന്റെ ജാക്കറ്റ് ഇട്ടേക്കുന്നു കാറിൽ, അത് ഊരി മേടിച്ചു തരുമോ? ഞാൻ ചോദിക്കണം അല്ല കാറില് നമ്മള് ശങ്ക് കാറിലോ വാസോന്റെ ജാക്കറ്റ് ഒന്ന് ഊരി കൊടുക്കണം. ഇതെന്റെ ജാക്കറ്റ് ആയിരുന്നു. ഇത് വാസോന്റെ ഐ ഹാവ് പ്രൂഫ്.
ഇത് എന്റെ ജാക്കറ്റാ. എന്റെ ഇതാണ്. എല്ലാരും കത്തി വന്നു. ആദ്യം ഓർക്കണ സാധനം ഈ jacket. അതെന്താ പ്ലഷർ? അത് തിയേറ്റർ ജാക്കറ്റാണ് കാരണമൊക്കെ ചേരത്തില്ലത്. കാറിനൊക്കെ മറ്റേ പച്ച ഉടുപ്പായിരുന്നു നൈസ്. സമ്മാനായിരുന്നു. എനിക്ക് തോന്നുന്നു നമ്മള് രണ്ടുപേരും സ്റ്റുഡിയോയിൽ നിന്ന് മേടിച്ചതാ. ചന്ദ്ര രതീഷാണ് എതിർത്തോ പേരെന്താ? ചന്ദ്ര ഒരു ജോയിന്റ് എടുക്കട്ടെ, വാസോണ്ണ അറിയണ്ട. ഏത് സാബ്ഗുരു സാപ്ഗുരു? എടാ നീയല്ല നേരത്തെ കഞ്ചാവ് വന്നത്. പബ്ലിക്കാരിതൊന്നും പറയല്ലടാ. പോലീസ് ഇവരെ കൊണ്ടുപോകട്ടോ നേരെ പോലീസ്.